ശ്രീ രാജു പി നായർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി രൂപം കൊണ്ട കാലം മുതൽ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് പതിവ്. ആ പതിവിന് വിപരീതമായി ഇത്തവണ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേറെ ക്ലെയിം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അഭിലാഷേ, ദൗർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. കാരണം പലപ്പോഴും പാർട്ടി അറിയാത്തതും അല്ലെങ്കിൽ നർമ്മത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഗൗരവത്തിൽ നമ്മളിരുന്നങ്ങ് ചർച്ച ചെയ്യുകയാണ്. ഞാൻ അഭിലാഷൻ്റെ അടുത്ത് പറയുകയാണ്, വേണമെങ്കിൽ ഒന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് അഭിലാഷ് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് ഞാൻ തമാശ പറയാം. അഭിലാഷ് എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അതിന് തമാശയായിട്ട് ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വസ്തുതാപരമായിട്ടോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടോ ഒന്നും പറഞ്ഞതല്ല. മുഖ്യമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞാൽ വേണ്ടത് ഞങ്ങളാരും പറയില്ല എന്ന് പറയുന്നൊരു തമാശ. അതൊക്കെ പിടിച്ച് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാറോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ വാർത്തകൾ കാണുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. കാരണം ഭാവന സൃഷ്ടിയായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പ്രേംകുമാർ കുറേ കൂടി എന്താ പറയുക, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആശങ്കാകുലരായിട്ട് ചർച്ച ചെയ്യേണ്ടത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോകുന്നു എന്നാണ്. അത് പാർട്ടിക്കകത്തുണ്ടായ ചർച്ചയ്ക്കകത്തുണ്ടായ റിപ്പോർട്ടാണ്. PP ദിവ്യയുടെ അവസാനത്തെ ഇതാണ് മരണകാരണം എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നടന്ന കുറേയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞു താൻ അനുഭവിച്ചിരുന്ന ജനങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പൊതു രാഷ്ട്രീയത്തിലും CPM പുറത്തു പറയുന്നതൊന്നും അല്ല അകത്ത് ചർച്ച നടക്കുന്നതെന്ന് വസ്തുതാപരമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. പ്രേംകുമാറിനെ കുറച്ചുകൂടിയൊക്കെ അലോസരപ്പെടുത്തേണ്ടത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞങ്ങളിപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരെങ്കിലും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോളൂ. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. 2001 മുതലും ഒക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ. കോൺഗ്രസിൻ്റെ രീതിക്ക് കോൺഗ്രസ് കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷേ CPM-ന്റെ മുഴുവൻ വോട്ട് ബേസ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് അലോസരപ്പെടുത്താതിരിക്കുന്നത് എനിക്ക് വലിയ ഇതാണ്. കാരണം അതൊരു പ്രീ പ്ലാൻഡ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം മുഴുവൻ CPM-ന്റെ വോട്ടുകൾ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പോകുന്നത് അന്ന് അവിടെ നടന്നത് ഒരു പക്ഷേ യാദൃശ്ചികമായിരിക്കാം. പക്ഷേ ഇവിടെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് CPM-ന്റെ മുഴുവൻ വോട്ട് ബേസിന് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പിന് അവലോകനം നടത്തിയപ്പോൾ ആലപ്പുഴയിലും ആറ്റിങ്ങിലും എല്ലാം അവസാനം CPM പറഞ്ഞത് എന്താ, കയ്യിലിരിക്കുന്ന വോട്ട് മുഴുവൻ പോയിരിക്കുന്നു. കയ്യിലിരിക്കുന്ന വോട്ട് പോകുന്നതിൻ്റെ ഭീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയമായി ചേർതിരിച്ചുകൊണ്ട് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു വർഗീയതയും മധ്യ കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് കണക്കിലെ കളിയിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന പിണറായിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ പിണറായിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, കമ്മ്യൂണിസം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. പ്രേംകുമാർ എന്തുകൊണ്ട് അത്തരത്തിൽ അലോസരപ്പെടുന്നു? അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. തങ്ങൾ പറയുന്ന സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരി, ഞാൻ അതിലേക്ക് വരാം.